വിവിധ തരത്തിലുള്ള പനികളാൽ വലഞ്ഞിരിക്കുകയാണ് കേരളം. ആശുപത്രികളിൽ നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. ഈ സമയത്താണ് പുഴയ്ക്കൽ അയ്യന്തോൾ റോഡിൽ ഹയാത്ത് റിജൻസിക്ക് സമീപമുള്ള തോട് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത്. തോടിൽ കുളവാഴകളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് ഏകദേശം നിലച്ച അവസ്ഥയിലാണ്. ഹോട്ടലും തട്ടുകടകളും ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളും വീടുകളും ഈ ഭാഗത്തുണ്ട്. കൊതുകുകളും കൂത്താടികളും പെരുകാൻ കെട്ടിക്കിടക്കുന്ന ജലം കാരണമാകുന്നുവെന്ന് മുറവിളി കൂട്ടുകയും കൊതുകുകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നഗരത്തിലെ ഇത്രയും മാലിന്യം കെട്ടിക്കിടക്കുന്ന തോട് മാത്രം കാണാതെ പോകുന്നു. എത്രത്തോളം അപകടകരമായ അസുഖങ്ങളാണ് കൊതുകുകൾ മൂലം ഉണ്ടാകുന്നത്? ഓരോ വർഷവും 40 ദശലക്ഷം ആളുകൾക്ക് കൊതുകുകൾ മൂലം രോഗബാധ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ജില്ലയിൽ ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒഴുക്ക് നിലച്ച വെള്ളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തോടിന് സമീപത്ത് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ നോക്കി ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങളും ജീർണിച്ച് കൊതുകുകൾക്ക് വളരാൻ സാഹചര്യമൊരുക്കിയിട്ടുള്ളത്. സമത്വ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു എന്ന തീമോടുകൂടി 2024 ലോക കൊതുക് ദിനമായി ആചരിക്കുന്ന ഇന്ന് നഗരത്തിലെ തന്നെ തിരക്കേറിയ പുഴയ്ക്കൽ അയ്യന്തോൾ റോഡിലെ അവസ്ഥയാണിത്.